ഇന്നത്തെ വീഡിയോ ഒരു വർക്ക് വ്ലോഗാണ് കേട്ടോ. മെയിനായിട്ട് ഇന്ന് ചെയ്യാനുള്ളത് കുറച്ച് ഫ്രെയിംസിൻ്റെ വർക്കും അതേപോലെ ഒരു റിംഗ് ആൽബത്തിൻ്റെ വർക്കുമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഫോട്ടോസ് എഡിറ്റൊക്കെ ചെയ്ത് പ്രിൻ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കോംബോ ഓഫറിനായിരുന്നു. 499 രൂപേൻ്റെ ഒരു കോംബോ ഓഫറാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു A4 ഫ്രെയിം, ഒരു A5 ആൻഡ് മിനി ഫ്രെയിം, അങ്ങനെയായിരുന്നു ആ ഒരു കോംബോയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കോംബോയിൽ ഫസ്റ്റ് A4 എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ബേബി ഡീറ്റെയിലിൻ്റെ ഫ്രെയിം ആയിരുന്നു. ഈ ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. അത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ കേക്കിൻ്റെ കളർ ആ ഒരു കളറാണ്, അതുകൊണ്ട് ആ കളർ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. A5 ഫ്രെയിമിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ബേബീൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ വിത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട്, പിന്നെ മിനി ഫ്രെയിമിലും അതേപോലെ തന്നെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഫ്രെയിമും ആയിരുന്നു ഒരു കസ്റ്റമർക്കുള്ള വർക്ക്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഓൾറെഡി ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബർത്ത്ഡേക്കുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഇതിലേക്ക് വേണ്ടിയിരുന്നത് 3 മിനി ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഓൾറെഡി എഡിറ്റ് ഒക്കെ ചെയ്ത് പ്രിന്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ഫ്രെയിമും വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഫ്രെയിംസ് എല്ലാം അക്രിലിക് ഫ്രെയിംസ് ആണ് കേട്ടോ. അങ്ങനെ ഫ്രെയിംസിന്റെ വർക്ക് ഓരോന്നായിട്ട് ചെയ്തു. മിനി ഫ്രെയിംസിന്റെ റേറ്റ് വരുന്നത് 75 റുപ്പീസ് ആണ്. അടുത്തതായിട്ട് വർക്ക് വേണ്ടിയിരുന്നത് ഡബിൾ പോളറോയിഡ്സും പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ആൽബം ആയിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിൽ വരുന്നത് സർക്കിൾ ആൽബമാണ്. അത് ഓരോന്നും കട്ട് ചെയ്തിട്ട് അതിന് ഹോളൊക്കെ ചെയ്തിട്ട് നമ്മൾ റിബൺ വെച്ചിട്ടാണ് ടൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽബത്തിൽ 5 ഫോട്ടോസ് പ്ലസ് ഒരു ഫ്രണ്ട് കവർ പേജ് ആണുള്ളത്. ഫ്രണ്ട് കവർ പേജ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു കുഞ്ഞ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ കസ്റ്റമർക്കുള്ള വർക്കും കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു A5ൻ്റെ വർക്കാണ്. ഇതിലേക്കുള്ള ഡിസൈനൊക്കെ കസ്റ്റമർ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അയച്ചതാട്ടോ. അടുത്തതായിട്ടുള്ളത് ഒരു A3 ഫ്രെയിമിൻ്റെ വർക്കാണ്. ഈ കസ്റ്റമർ നമ്മളടുത്ത് നിന്ന് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കോഴിക്കോടാണ് ആളെ വീട്. അപ്പോൾ ആളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണിത്. ആൾ മരിച്ചിട്ട് കുറച്ചായി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവർക്ക് തന്നെ ഉള്ള ഒരു വർക്കാണ് കേട്ടോ ഇത്. പോളറോയിഡ് ആൽബമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 10 ഫോട്ടോസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആൽബത്തിൽ. അങ്ങനെ പോളറോയിഡ് ആൽബത്തിൻ്റെ വർക്കും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ കസ്റ്റമറിന് തന്നെ ഒരു മിനി ഫ്രെയിമിൻ്റെ വർക്കും കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡിസൈനും അവര് എഡിറ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് ഫ്രെയിം ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കസിന് മാക്സ് വിറ്റ പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ കൊണ്ടുതന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ബാക്കി വർക്ക് തുടങ്ങാണ്. പിന്നെ ഒരു ഉമ്മൻ്റെ മോളെയും ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു മിനി ഫ്രെയിമിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന വർക്കൊക്കെ. ഇനി ഇതെനിക്ക് പാക്ക് ചെയ്തിട്ട് അഡ്രസ്സൊക്കെ ഒട്ടിച്ച് അയക്കാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.